വിമാനം തകരാറിലാണെന്ന അറിയിപ്പുണ്ടായതിനു ശേഷവും അറബിക്കടലിന് മുകളിൽ ഏകദേശം 1.5 മണിക്കൂർ വട്ടം ചുറ്റിയാണ് ഇന്ന് രാവിലെ മസ്കത്തിലേക്ക് പുറപ്പെട്ട IX-443 വിമാനം കൊച്ചിയിൽ തിരിച്ചിറക്കിയത്. ലോഡ് കൂടി, അതുകൊണ്ട് പെട്രോൾ കൺസംഷൻ, അതായത് ഫ്യൂൽ കൺസംഷൻ കൂടുന്നു. അതുകൊണ്ട് ഇനിയും ഫ്യൂല് വേണം. അതുകൊണ്ട് താഴെ ഇറക്കിയിട്ട് ഫ്യൂല് നിറയ്ക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫ്ലൈറ്റ് ഇറക്കുന്നതാണ് അവർ ഫസ്റ്റ് പറഞ്ഞത്. വിമാനത്തിന് എന്ത് സംഭവിക്കുമെന്നറിയാതെ ഭയന്നു വിറച്ച നിമിഷങ്ങളായിരുന്നു പിന്നീട്. ശരിക്കും നന്നായിട്ട് നമ്മൾ പേടിച്ചു. ഒന്ന് പേടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആ സമയത്തിന് വലിയ സൗണ്ടൊക്കെ ഉണ്ടായി. പിന്നെ ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് മുകളിൽ തന്നെ റൗണ്ട് അടിച്ചു. അപ്പോൾ ഇനി തോന്നേണ്ട റീസൺ എന്താ നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ താഴെ നിൽക്കുമ്പോൾ പിന്നെ താന്നപ്പോൾ ജസ്റ്റ് കടലിൻ്റെ മേളിലാണ്. അപ്പോൾ ആ താഴെ നോക്കിയപ്പോൾ കുറേ ഷിപ്പുകളൊക്കെ ഞങ്ങളൊന്ന് റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ ഓർത്ത് ശരിക്കും അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു പോയി. എല്ലാവരും തന്നെ പേടിച്ചു. ആ പെണ്ണുങ്ങളൊക്കെ ശരിക്കും കരഞ്ഞു. വിമാനത്തിന്റെ ചില്ല് തകർന്നതാണ് തിരിച്ചിറക്കാൻ കാരണമെന്ന് പിന്നീട് അറിഞ്ഞതായി യാത്രക്കാർ പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് ദുബൈയിലേക്ക് പുറപ്പെടാനിരുന്ന മറ്റൊരു വിമാനത്തിലേക്ക് യാത്രക്കാരെ മാറ്റിയാണ് പിന്നീട് യാത്ര തുടർന്നത്. ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആഹ്ലാദത്തിലായിരുന്നു മസ്കത്തിൽ വിമാനമിറങ്ങിയ യാത്രക്കാർ. ഷിനോബ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.